ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ചേലക്കര തോട്ടേക്കോട് മേഖലയിൽ സൗരവേലികൾ തകർത്ത് കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങി. ജീവൻ കയ്യിലെടുത്താണ് ജനങ്ങൾ കഴിയുന്നത്. തൊഴിലാളികളും കർഷകരും ഭീതിയിൽ. ഒരിടവേളയ്ക്ക് ശേഷം ചേലക്കര തോട്ടേക്കോട് മേഖലയിൽ വീണ്ടും കാട്ടാനകൾ കൂട്ടമായി നാട്ടിലിറങ്ങി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. ആന ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാണ് ഇവിടെ. വേലി ഒരു കാലുള്ള വേലി എന്നല്ല, ചെറിയ കമ്പികളുള്ള വേലിയുള്ളൂ. വനപാലകരുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തകർത്താണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് കടന്നുകയറിയത്. ഭീതിയുടെ നിഴലിലാണ് പ്രദേശവാസികൾ ഇപ്പോൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. കാട്ടാനകളുടെ കടന്നുകയറ്റം തടയാനായി സ്ഥാപിച്ചിരുന്ന സൗരവൈദ്യുത വേലികൾ കാട്ടാനകൾ കൂട്ടത്തോടെ തകർത്തു. വേലികൾ ആനകൾക്ക് ഒരു തടസ്സവും ആവുന്നില്ല എന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത്. ഇതിലും ഭീകരമായ അവസ്ഥയാണ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ തകരുന്നതിലൂടെ ഉണ്ടാകുന്നത്. പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയാൽ ഉടൻ ശബ്ദമുണ്ടാക്കുന്ന അലാം സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം അത് പ്രവർത്തിച്ചില്ലെന്ന് പ്രദേശവാസി യൂസഫ് റാവുത്തർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നലെ വന്നിട്ട് ആ അലാറം അടിച്ചിട്ടില്ല. അതെന്തോ ഈ കറണ്ട് വിട്ടിട്ടില്ലയോ എന്താന്നുള്ളത് നമുക്കറിയില്ല. ഇന്നലെ അടിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട് അടുത്താ. ഈ ആന വരുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീടൊക്കെ ആകെ തല്ലിപ്പൊളിച്ചിട്ട് കിടക്കുക. എപ്പോഴാണ് വന്നിട്ട് നമ്മളെ ജീവൻ കളയാന്നുള്ളത് അറിയില്ല. ഉടനെ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും നോക്കിയില്ലെങ്കിൽ സംഗതി ആകെ പോക്കാവും. ഞങ്ങളുടെ ഈ ഒരു വീട് തവിട്ട് പൊടിയാവും. അലാം മുഴങ്ങാത്തതിൽ ആന എപ്പോഴാണ് മുന്നിലെത്തുകയെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. രാത്രിയിൽ ജീവൻ കയ്യിലെടുത്ത് കഴിയുകയാണ് ഞങ്ങൾ, യൂസഫ് റാവുത്തർ പറഞ്ഞു. ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം. കിടന്നുറങ്ങാനും കൂടി ആകെ വന്നിട്ട് ഏത് സമയത്തും ആന എപ്പോഴും ഇവിടെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു നിവൃത്തിയും കാണാനില്ല. എന്തെങ്കിലും ദൈവം വിചാരിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളാകെ ബുദ്ധിമുട്ടിലാവും. കാട്ടാന ശല്യത്തെ തുടർന്ന് പ്രദേശത്തെ കർഷകരെല്ലാം കൃഷികൾ പലതും ഉപേക്ഷിച്ച മട്ടാണ്. കാർഷിക വിളകളായ കവുങ്ങ്, തെങ്ങ്, വാഴ, കപ്പ തുടങ്ങിയവയെല്ലാം ആനകൾ പതിവായി നശിപ്പിക്കുകയാണ്. റബ്ബർ ടാപ്പിങ്ങിന് പോലും ഇപ്പോൾ ഈ മേഖലയിലേക്ക് തൊഴിലാളികളെ കിട്ടാനില്ലാത്ത സാഹചര്യമാണ്. തൊഴിലാളികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയം കാരണമാണ് ടാപ്പിംഗ് നിർത്തിവെക്കേണ്ടി വരുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങളുടെ ഇതിൻ്റെ തൊട്ട് ഉള്ള വളപ്പിൽ ഞങ്ങളുടെ വളപ്പിലും വന്നിട്ട് ഇതേപോലെ മൃഗങ്ങളുടെ ശല്യമുണ്ട്. ആന വരാറുണ്ട്. അതേപോലെ ചുറ്റും കേബിൾ ഇട്ട് അതിലേക്ക് പൊളിച്ചിട്ടും തട്ടിയിട്ടൊക്കെയാണ് വരുന്നത്. ഇങ്ങനെയാണ് സംഭവം. ഇതിന് എന്തെങ്കിലും ആയിട്ടൊരു പോംവഴി ഉണ്ടായത്. വേലികളെല്ലാം ഒരു മരക്കൊമ്പ് കൊണ്ട് തട്ടിയാൽ ആനകൾക്ക് കടന്നുവരാൻ കഴിയുന്ന രീതിയിലാണ് പലയിടത്തുമുള്ളത്. ഭീതിയോടെയാണ് ഈ മേഖലയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിക്ക് പോകുന്നത്. വേലി ഒരു കാലുള്ള വേലി എന്നല്ല, ചെറിയ കമ്പികളുള്ള വേലിയുള്ളൂ. അതിപ്പോൾ വിറകിൻ്റെ കൊള്ളിയെടുത്തടിച്ചാലും അവിടെ വേലി അമരാണ്. അല്ലാണ്ട് ബുദ്ധിമുട്ടേണ്ട ഇതൊന്നുമില്ല ആനയ്ക്ക് അത് ചവിട്ടി അങ്ങോട്ട് നീക്കിയിട്ടാണ് കിടക്കുന്നത്. ഈ വക നാശങ്ങളും ലാവിൻ്റെ കൊമ്പും ചെല്ലയും എല്ലാം ഒടിച്ച് നശിപ്പിച്ചിടാണ്. കാരണം എന്താ, ഞങ്ങളുടെ ഇവിടെപ്പോഴും കുറച്ച് കഴുകുണ്ട്. അതൊക്കെ കായ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അതൊക്കെ നശിപ്പിച്ചിക്കണം. ഒക്കെ ചവിട്ടിയിട്ട് ഒടിച്ചിട്ട് 2-4 ഇല വീതങ്ങൾ ഒടിച്ചിട്ട് പിന്നെ അങ്ങനെയാണ് വെളുപ്പിലൊക്കെ ചെയ്തു. തൊഴിലാളികൾ മിക്കവരും സ്ത്രീകളാണ്. തോട്ടേക്കോടിന്റെ പല ഭാഗങ്ങളും മലയോരത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ആനകൾ ഏത് സമയത്തും കാട്ടിൽ നിന്നും ഇറങ്ങി വരുമെന്ന് പറയാനാകില്ല. മലയോരത്താണ് മിക്കപ്പോഴും ജോലി. തൊഴിലുറപ്പിന് പോകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ആനകൾ മുന്നിൽ വരും. ഭയത്തോടെയാണ് ഞങ്ങൾ ഓരോ ദിവസവും പണിയെടുക്കുന്നത്, ഒരു തൊഴിലാളി പറഞ്ഞു. എല്ലാവരും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആനയെ കൂടാതെ കുരങ്ങന്മാരുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. കൃഷിയിടങ്ങൾ തകർക്കുന്നതിനപ്പുറം വീടുകൾ പോലും തല്ലിപ്പൊളിക്കുമെന്ന ഭീഷണി നിലനിൽക്കുന്ന ഈ അവസ്ഥയിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് തോട്ടേക്കോട് മേഖലയിലെ ജനങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്